കർണാടകയിൽ മതിൽ തകർന്നുണ്ടായ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ള മലയാളികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കുടുംബശ്രീ അംഗങ്ങളായ പ്രീതി, സിജി, മായ എന്നിവരാണ് ചികിത്സയിലുള്ളത്. നട്ടെല്ലിന് ക്ഷതമേറ്റ സിജിയെ നാട്ടിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ആലോചിക്കുന്നത്. രാവിലെ 10:30 ഫ്ലൈറ്റ് ഇറങ്ങിയായിരുന്നു. അതിനുശേഷം ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ലാൽബാഗിൽ വന്നു. അവിടെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു 5:15 മഴ പെയ്തപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. ഭയങ്കര കാറ്റും ആലിപ്പുഴമൊക്കെ വീണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അവിടെ പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയിലോട്ട് കയറി. ഇവർ രാമമംഗലത്തു നിന്ന് വന്നവർ 5 പേര് ഞങ്ങൾ ടീമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ന്യൂട്രിമിക്സിൻ്റെ ടീമാണ് ഓരോ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അവരൊക്കെ അവരവരെ തന്നെ അറിയാവുള്ളൂ. അപ്പോൾ അവർ ടീമായിട്ടാണ് പോയത്. അവർ നിന്ന സൈഡിലാണ് ഈ മതിലിടിഞ്ഞത്. അവർ 5 പേരുണ്ടായിരുന്നു. 5 പേരിലപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഈ മായ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ചോര ഒലിപ്പിച്ച് റോസ്ലിയുടെ അടുത്ത് വന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മതിലിടിഞ്ഞു, അവിടെയകത്ത് ആരൊക്കെയോ പെട്ടിട്ടുണ്ട്, ഇവരെ കൂടെയുള്ളവർ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കെ ബി ശ്രീധർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്രീധരൻ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരം എന്നത് ആശ്വാസകരമായ വാർത്തയാണ് ലഭ്യമാകുന്നത്. നട്ടെല്ലിന് പരിക്കേറ്റ ആളിനെ, സിജിയെ, നാട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിപ്പോൾ പ്രായോഗികമല്ല എന്നാണ് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇവർക്ക് സാധിക്കുമെങ്കിൽ സിജിയെ നാട്ടിലെത്തിച്ച് ചികിത്സ നടത്തണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ കാര്യം. ഏതായാലും അവരുടെ നട്ടലിന് കാര്യമായിട്ട് ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് ബൗറിംഗ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം. നിലവിലേതായാലും മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുകൂടി ഈ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. മായയ്ക്ക് നെറ്റിയിൽ ഒരു മുറിവുണ്ട്, ആ മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതാണ്. പക്ഷേ വേറെ പേടിക്കേണ്ട കാര്യങ്ങളില്ല എന്നുകൂടി പറയുന്നു. മറ്റേയാൾക്ക് പ്രീതിക്ക് കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരും ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർക്കൊരു പക്ഷേ ഇന്ന് തന്നെ ആശുപത്രി വിടാനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ എല്ലാം തന്നെ ബന്ധുക്കൾ ഇതിനോടൊപ്പം തന്നെ ബംഗളൂരുവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മരിച്ച സ്മിതയുടെയും ലതയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചത്. ഏതായാലും അല്പസമയത്തിന് തന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹങ്ങൾ ഈ രാമമംഗലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഏതാണ്ട് 15ഓളം ആളുകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു. കനത്ത മഴയാണ് 5 മണിക്ക് ശേഷം ഇന്നലെ ബംഗളൂരു നഗരത്തിൽ പെയ്തത്. മഴയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവിടെ കെട്ടിയ ഒരു ടാർപോളിൻ ഷീറ്റിന് കീഴിലേക്ക് മാറി നിന്നായിരുന്നു ഈ രാമമംഗലത്ത് നിന്ന് വന്ന ഈ 5-അംഗ സംഘം. പക്ഷേ ഇവരുടെ ദേഹത്തേക്ക് ആ വലിയ കുറ്റൻ മതിൽ ഇടിഞ്ഞു വീട് അതിനടിയിൽ ഇവരെല്ലാം തന്നെ പെടുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പ്രദേശവാസികൾ, അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെല്ലാം തന്നെ ഈ പരിക്കേറ്റ ആളുകളെയും അതുപോലെ തന്നെ മൃതദേഹങ്ങളെല്ലാം തന്നെ പുറത്തെടുത്തത്. ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ബൗറിംഗ് ആശുപത്രിയിലേക്ക് ഇവരെ തന്നെ എത്തിച്ചെങ്കിലും ഈ 7 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ 4 പേർ ഈ തെരുവ് കച്ചവടക്കാരാണ്. ആ വഴിയോരത്ത് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഒരു കുട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു കുട്ടി കൂടി മരിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സ പൂർണ്ണമായും സൗജന്യമായി നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രിയും ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പരമാവധി വേഗത്തിൽ തന്നെ ഇവരെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾക്ക് വേണ്ടി ഇടപെടലുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതിനുവേണ്ടി കെ സി വേണുഗോപാൽ എംപിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ നേരിട്ട് എത്തി ഇവർക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ സഹായങ്ങളെല്ലാം ചെയ്യാൻ സന്നദ്ധമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു വിനോദയാത്രയ്ക്ക് വന്ന ഒരു സംഘം ഇത്തരത്തിൽ ഒരു സങ്കടയാത്രയായി അത് മാറുന്നത് വല്ലാത്ത കാര്യം തന്നെയാണ്. ഇന്നലെ ഇവിടെ എത്തി ഷോപ്പിംഗൊക്കെ വിമാനത്തിൽ എത്തിയ പലരും ആദ്യമായി വിമാനത്തിൽ കയറുന്ന ഒരു കൗതുകത്തിലൊക്കെയായിരുന്നു. ആ വിമാനത്തിൽ യാത്ര കഴിഞ്ഞ് ബംഗളൂരുവിലെത്തി ഒന്ന് വിശ്രമിച്ച ശേഷം ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഇന്നലെ മൈസൂരിലേക്ക് പോയി. മൈസൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകാനായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്ലാനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ മഴ, വല്ലാത്ത തരത്തിൽ പെയ്ത മഴയിൽ ഈ ചുറ്റുമതിലിടിഞ്ഞ് അങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് ആ യാത്ര കലാശിക്കുകയായിരുന്നു. തീർത്തും സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരാണ്
ഈ അപകടത്തിൽ പെട്ടത്. ഏതായാലും അവരുടെ കുടുംബങ്ങൾക്ക് ഒരു അത്താണിയായി നിന്നിരുന്ന സ്ത്രീകൾ കൂടിയാണ് എന്നുള്ള കാര്യം ഏറ്റവും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഏതായാലും അവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം. അതുപോലെ തന്നെ കർണാടക സർക്കാരും കൂടെയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്.